ഹലോ വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ പാർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ലിവർ, കല്ലമാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഇതിനെ വെച്ച്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. കണ്ടില്ലേ, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിനി ഇത് വെച്ച് നമുക്കിന്നൊരു കിടിലൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വീഡിയോയിലേക്ക് പോകുന്നതന്നെ ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിൽ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി. 1 കിലോ ആണ് ഇതെടുത്തിരിക്കുന്നത് നമ്മൾ മറ്റേ ലിവർ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചിക്കൻ മസാല ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി, എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് എല്ലായിടത്തും ആകെ കണക്കിന് കുഴച്ചെടുക്കാം. ഇത് എരിവ് കൂടിയ മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. നിങ്ങൾ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതലിട്ടാൽ മതി, കളറിന് വേണ്ടിയിട്ട്. അല്പം കൂടെ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഈ രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വച്ചിരുന്നിട്ട് നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം, പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ഇതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാമായിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊരിക്കാനായിട്ട്. വെളിച്ചെണ്ണ ഇട്ട് പൊരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, നല്ലൊരു മണമായിരിക്കും. വെളിച്ചെണ്ണ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാമായിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുഴച്ച് വെച്ച ചിക്കൻ പാർട്സ് നമുക്ക് ഇതിലോട്ട് ആദ്യം എണ്ണ ചൂടാകാൻ നോക്കി നോക്കാം. കുറച്ചുകൂടെ ഒന്ന് ചൂടാകാനുണ്ട്. അപ്പോൾ നമുക്കിതിനെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനെയൊക്കെ ഇതിലോട്ട് പറക്കിയിട്ട് പൊരിച്ചെടുക്കാം. പറ്റില്ലല്ലേ? തേങ്ങയൊക്കെ വലിച്ചു പറക്കി ലാസ്റ്റ് മാങ്ങ മാത്രമായിരുന്നു, അതാണ് പൊട്ടാത്തത് കേട്ടോ. പൊട്ടി പോകണം, കൂടെ പൊരിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറി മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സാധനം കിട്ടും. അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ മറ്റേ ചിക്കൻ കടയിലൊക്കെ ചോദിച്ചാൽ മതി, അവർ ചിലപ്പോൾ എടുത്തു തരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ചിക്കൻ കടയിൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. സൂപ്പർ ടേസ്റ്റുള്ള സാധനം. ഞാൻ ഒരെണ്ണത്ത് കഴിച്ച് കാണിച്ചുതരാം. ഓക്കെ, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിക്കുമ്പോഴേക്കും ഇത് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ 1-2 പീസൊക്കെ കാണത്തുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഒരുപാട് മസാല ചേർത്തിട്ടില്ല, ചെറിയ മസാല ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിച്ചു. ഗുഡ് ബൈ.